ശശി തരൂർ അദ്ദേഹം എന്താണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ചർച്ച 28% പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നൊരു സർവേ കണ്ടെത്തിയതായി അദ്ദേഹം പറയുന്നു എന്നുള്ള രീതിയിൽ പുറത്തു വന്ന വാർത്ത. ആ സർവേയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മുടെ ആളുകൾ പരിശോധിച്ചിട്ടുണ്ടോ? അത് നോക്കണം. കാരണം അതിനകത്ത് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 12% അല്ലെങ്കിൽ 13% പിന്തുണയേ ഉള്ളൂ. അല്ലെങ്കിൽ ശശി തരൂരിനേക്കാൾ പകുതി ആളുകൾ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ശതമാനത്തിന്റെ പകുതിക്ക് താഴെയാണ് അദ്ദേഹത്തിന്റെ ജനപിന്തുണ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അത് ജനങ്ങളിൽ നിന്നും ഒരുപാട് അകലെ പോയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുടെ ജനവികാരം ആ ഗവൺമെന്റിനെതിരായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ കുറെ ആളുകൾ ചിന്തിച്ചത് ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സർവേ ആണെന്നുള്ള പ്രചരണം കോൺഗ്രസിന്റെ ആളുകൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം CPM-ൽ നിന്നും KK ശൈലജയ്ക്കുള്ള പിന്തുണയേക്കാളും വളരെ കുറവാണ് പിണറായി വിജയന്റെ പിന്തുണ എന്ന് പറയാൻ ആ ഒരു സർവേ തയ്യാറാവുന്നു. അപ്പോൾ 22% പിന്തുണ ശൈലജയ്ക്കുണ്ടെന്ന് പറയുന്ന സർവേ എങ്ങനെയാണ് ശശി തരൂർ ഇടപെട്ട് നടത്തുന്ന സർവേ ആകുന്നത്? നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഉള്ള പാർട്ടി വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു പല വ്യക്തികളും പ്രമുഖരായി തോന്നുമായിരിക്കാം. പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്വീകാര്യരായി എത്തുന്ന ആളുകളെ കുറിച്ച് നോക്കുമ്പോൾ അത്തരം ആളുകളിൽ ശശി തരൂരിന്റെ സ്ഥാനം വളരെ ഉയരത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് ആരെങ്കിലും എന്തെങ്കിലും വെച്ച് മൂടി മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകുന്നതല്ല. കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളിന്റെയും ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തുന്ന ആളിന്റെയും ഇവിടുത്തെ കർഷകന്റെയും ഇവിടുത്തെ ചന്ത കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെയും ഇവിടെ വലിയ മാളുകളിൽ നിന്ന് വ്യാപാരം ചെയ്യുന്ന ആളുകളുടെയും ഇവിടെ വിദ്യാസമ്പന്നരുടെയും വിദ്യാഭ്യാസ വിചക്ഷണരുടെയും സമൂഹത്തിൽ തോട്ടിപ്പണിയെടുക്കുന്നവരുടെയും സമൂഹത്തിൽ സമസ്ത മേഖലകളിലും ഓഫീസിൽ ജോലി ചെയ്യുന്ന വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകളുടെയും എല്ലാം പൊതുസ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് തിരുവനന്തപുരം പിടിച്ചടക്കാൻ വേണ്ടി CPM-ഉം BJP-യും എല്ലാം പരിശ്രമിച്ചു. ആ പരിശ്രമങ്ങളെല്ലാം പാടെ തകർത്തുകൊണ്ടാണ് ശശി തരൂർ 3 പ്രാവശ്യവും തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഉപരാഷ്ട്രപതി പോലുള്ളൊരു പദവിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നിലുള്ള സുദീർഘമായിട്ടുള്ള ജനങ്ങളെ സേവിക്കാനുള്ള വഴിയെ അദ്ദേഹം കൊട്ടിയടയ്ക്കുമെന്ന് കരുതുന്നത് അവർ വിഡ്ഢികളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു ഭരണഘടനാ അധികാരം എന്നതിനേക്കാൾ ഉപരി ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന